ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ദുഃഖിക്കുന്ന, പ്രത്യേകിച്ചും ഷാനവാസ് എന്ന് പറയുന്ന ഒരു പഹയന്റെ ആരാധകരെ ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ സീസണിൽ നമ്മൾ ഏറ്റവും അധികം നെഞ്ചിലേറ്റിയ, നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ ആളുകളെ നെഞ്ചിലേറ്റേണ്ട ഒരു സാഹചര്യമായിരുന്നു ഈ സീസണിൽ. തുടക്ക കാലഘട്ടങ്ങളിൽ അനുമോളെ നെഞ്ചിലേറ്റുന്നു, അതിനോടൊപ്പം ഷാനവാസിനെ നെഞ്ചിലേറ്റുന്നു, അതിനുശേഷം അനീഷ് വരുന്നു. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളെ നെഞ്ചിലേറ്റുന്ന ഒരു പ്രവണതയാണ് മറ്റ് സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ സീസണിൽ കണ്ടത്. അങ്ങനെ നെഞ്ചിലേറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരാണ് വിജയം ഇപ്പോഴും തീരുമാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഒട്ടനവധി തിരിച്ചടി നേടിയെടുക്കാൻ ഷാനവാസ് എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ ഈ ഒരു മത്സരാർത്ഥിക്ക് സാധിക്കുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്. ഒരുപക്ഷെ ഷാനവാസിനെ പുറത്താക്കിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയും അധികം അബദ്ധങ്ങളാണ് ഷാനവാസ് ചെയ്തിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രമിക്കുക. അതായത് ഇന്നലെ രാത്രി ആര്യൻ ഖദോരി എന്ന സഹ മത്സരാർത്ഥിയുമായി ഷാനവാസ് നടത്തിയ ആ ഒരു സംഘർഷം, എന്താണ് സംഭവിച്ചത്? അതെ, വളരെ പെട്ടെന്നാണ് ഈ ഒരു സംഭവം കാണിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാനവാസ് ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നു. എന്നാൽ വലിയ സീരിയസ് ആയി ആ ഹൗസിലുള്ള ആളുകളൊന്നും ഈ ഒരു വിഷയത്തെ സമീപിച്ചില്ല, എടുത്തില്ല. നമുക്കൊന്ന് സ്ലോയിൽ ഒന്ന് കണ്ടു നോക്കാം എന്താണ് സംഭവിച്ചത്. അതായത് തന്നെ തള്ളക്കി വിളിച്ചു എന്നുള്ള കാരണമാണ് ഷാനവാസ് അവിടെ പറയുന്നത്. വളരെ വ്യക്തമായി ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ആര്യൻ ഖദോരി എന്ന് പറയുന്ന ആ ഒരു സഹ മത്സരാർത്ഥിയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് വ്യക്തമാണ്. നമുക്കറിയാം, ഇതിന് മുൻപുള്ള സീസണുകളിൽ, ഒരുപക്ഷെ സീസൺ 4 നമ്മൾ ഓർക്കുന്നുണ്ടാവാം, റോബിൻ എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഇതുപോലൊരു അസൾട്ട് നടത്തിയെന്ന് പറഞ്ഞ് പുറത്താക്കിയിരുന്നു. സാക്ഷാൽ ഗെയിം ചേഞ്ചർ ആയിരുന്നു അന്ന് അസൾട്ടിന് ഇരയായത്. ആ ഒരു സീൻ നമ്മൾ ഒന്നുകൂടെ കാണാം. ഏതാണ്ട് ഏകദേശം ഒരുപോലുള്ള ഒരു ആക്ടാണ്. കുറച്ചുകൂടി ഇമ്പാക്ട് കൂടുതലുള്ളത് ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ചെയ്താണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്ന് ആ ഒരു വിഷയം പറഞ്ഞ് റോബിൻ എന്ന് പറയുന്ന ആ ഒരു പഹയനെ പുറത്താക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല. എന്നാൽ തീർച്ചയായും ഇത് എപ്പിസോഡിൽ വന്നതുകൊണ്ട് ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാവും. ലാലേട്ടൻ ഇത് കാണിക്കുമ്പോൾ ഉറപ്പായും ഷാനവാസ് പറയാൻ പോകുന്നത് ഒരുപക്ഷെ താൻ അങ്ങനെ ചെയ്തില്ല, ഉന്തിയിട്ടില്ല, തള്ളിയിട്ടില്ല എന്നൊക്കെ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ ഷാനവാസിന് അത് കനത്ത തിരിച്ചടിയാവും. ഷാനവാസ് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ വീഡിയോ കാണിക്കുകയും ഇത് കാണുന്ന ആര്യൻ ഖദോരി ഷാനവാസിനെ പുറത്താക്കണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഷാനവാസ് പുറത്തേക്ക് പോകേണ്ടി വരും. അതായത് മുൻകാല സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ആര്യൻ ഖദോരി ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. വളരെ വ്യക്തമായി ഫിസിക്കൽ അസോൾട്ട് ആണെന്നിരിക്കെ ആര്യൻ ഖദോരിക്കോ കണ്ടു നിന്നവർക്കോ ഇത് മനസ്സിലായിട്ടില്ല. ആരും പരാതിയും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഗെയിം ചേഞ്ചറിനെ പോലുള്ള ആളുകൾ, ഇവിടെ ഗെയിം ചേഞ്ചറായി മാറേണ്ടിയിരുന്നത് ഒരുപക്ഷെ ആദിലയാണ്. ആദില ഷാനവാസിന്റെ ഒരു ഗ്യാങ്ങിൽ പെട്ടതായതുകൊണ്ട് തീർച്ചയായും ഇത് ഒരുപക്ഷെ കണ്ടില്ലെന്ന് അടിച്ചേക്കാം. എന്നാൽ ബിഗ് ബോസ് ഈ ഒരു എപ്പിസോഡിൽ ഇത് കാണിച്ച സ്ഥിതിക്ക് തീർച്ചയായും നാളെയോ മറ്റന്നാളോ ഇത് ചർച്ചയാവുകയും വലിയ രീതിയിലുള്ള തിരിച്ചടി ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ മത്സരാർത്ഥിക്ക് ഉണ്ടായേക്കാം. അത് കൂടാതെ തന്നെ ഷാനവാസ് ഇന്നലെ നടത്തിയ മറ്റു ചില പ്രകടനങ്ങൾ ഒരുപക്ഷെ ബിഗ് ബോസിന് പോലും മടുപ്പുളവാക്കുന്ന, അതായത് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തപ്പോൾ ആ ടാസ്ക് വളരെ മനോഹരമായി കുളമാക്കി കൊടുത്ത ഷാനവാസിക്ക, എന്തായിരുന്നു അത്? എന്തൊരു സാധനം കുഴപ്പമില്ല, കാര്യണ്ട്. ഇയാൾ കേൾക്കണില്ല. ആര്? ഇയാള് ഷാനവാസോ? കേൾക്കുന്നില്ല. ഒരു ഗെയിം നടക്കുന്നുണ്ട്. ഒരു ഗെയിം നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഷാനവാസിനെ നെഞ്ചിലേറ്റി ആരാധകർ ഇത് എങ്ങനെ സഹിക്കും? വലിയ മിടുക്കനെ പോലെ ആ ഒരു പകയം പോയിരുന്ന് പറയാണ്. അതായത് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുമ്പോൾ വലിയ മിടുക്കനായി താൻ അത് പൊളിച്ചു. അതായത് ഈ ഒരു പകയൻ ആര്യൻ എന്ന് പറയുന്ന ഖദോരി എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഓനോട് പറഞ്ഞതിന് ശേഷമാണ് ഓൻ മനസ്സിലാക്കുന്നത്. ഓനിത് കണ്ടുപിടിച്ചല്ല. ഓൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ലെസ്ബിയൻ ദമ്പതികളോട് അവിടെ പോയിരുന്ന് പറയാണ് താൻ എല്ലാം മനസ്സിലാക്കി, ഇവിടെ ടാസ്ക് നടക്കുന്നുണ്ട്. ഇതുപോലൊരു മത്സരാർത്ഥി ഇതിന് മുമ്പത്തെ സീസണുകളിലൊന്നും ഉണ്ടായിട്ടില്ല.
ഒരുപക്ഷെ ഒമർ ലുല്ലു ഇതിനോടൊക്കെ സാമ്യമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ അതിലും കടത്തിവെട്ടുന്ന ഒരു പിടി മുകളിൽ പോകുന്ന പെർഫോമൻസ് ആണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഷാനുക്ക കാഴ്ചവെച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും അധികം തിരിച്ചടികൾ നേടിയെടുക്കാൻ എന്ത് പരിശീലനമാണ് ഷാനവാസിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി അതുകൊണ്ടും തീർന്നില്ല. ഇന്ന് രാവിലെ ഷാനവാസിക്ക വീണ്ടും തന്റെ കളികൾ പുറത്തെടുത്തിരിക്കുകയാണ്. അതെ, തനിക്ക് ഏറ്റവും പ്രിയങ്കരനാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ തന്റെ പ്രിയ സുഹൃത്ത് അനീഷിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ ഷാനവാസിക്ക നടത്തുന്നു. എന്താണത്? തെറ്റിദ്ധരിപ്പിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യണത് അടുത്ത സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്താൽ പോണാണ്. എന്നെ ആർക്കും അറിയത്തില്ല ഇവിടെ. അതാണ് ഇവരെ പൊളിച്ചെടുക്കുന്നത്. എന്തിങ്ങനൊക്കെ പറയുന്നത്? ഇവര് പറഞ്ഞില്ല, ഇപ്പൊ വലിയൊരു മുഖമോടിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ഇവരാ. അതായത് ഈ സീസണിൽ ജനങ്ങൾ ഏറ്റവും അധികം നെഞ്ചിലേറ്റിയ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനീഷിനെതിരെ ശക്തമായ രീതിയിൽ അമ്പുകൾ എയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഷാനവാസിക്കയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി കനത്ത തിരിച്ചടി ഷാനവാസിക്കയ്ക്ക് കൊടുത്തേക്കാം. ഒരുപക്ഷെ ഷാനവാസിക്ക നടത്തിയ ഈ ഒരു ഫിസിക്കൽ അസൾട്ടിനെ കുറിച്ച് പരാതി പിന്നീടെങ്കിലും ആര്യൻ ഖദോരിയെ സൂചിപ്പിക്കുകയാണെങ്കിൽ, ആരെങ്കിലും അതിന് മുതിരുകയാണെങ്കിൽ, അത് ഉന്നയിക്കുകയാണെങ്കിൽ ഉറപ്പായും ഷാനവാസിക്ക പുറത്തും സംശയമില്ല. കാരണം ബിഗ് ബോസിന് ആക്ഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവും. പരാതി പറയാത്തത് കൊണ്ട് ബിഗ് ബോസ് ആക്ഷൻ എടുക്കുന്നില്ല. എന്നാൽ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായി ഫിസിക്കൽ അസൾട്ട് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ആ ഒരു സമയത്ത് അവിടെ ഒരു ഫിസിക്കൽ ടാസ്കോ മറ്റേത് ടാസ്കും നടന്നിട്ടില്ല. ടാസ്കുകൾ ഒന്നുമേ ഇല്ലായിരുന്നു. അത്തരമൊരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു ആക്ട് നടന്നത്. അതുകൊണ്ട് തന്നെ ഷാനവാസിക്ക് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്തൊക്കെയായാലും ഷാനവാസിനെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത് വരാൻ പോകുന്ന കോടതി ടാസ്ക് ആണ്, കോർട്ട് ടാസ്കിൽ. അതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വാദിക്കാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക് ആയി കൊടുക്കുമായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞോണം അടുത്ത ആഴ്ച എന്താ പറയാ, നോമിനേറ്റ് ചെയ്യാതെ തന്നെ എവിക്ഷനിലേക്ക്, ഇനി അങ്ങോട്ട് എവിക്ഷനിലേക്ക് എന്നുള്ള രീതിയിലാക്കാം. എന്നാൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായും നാളെ ഷാനവാസിനെ പുറത്താക്കണമെന്ന് സഹ മത്സരാർത്ഥികൾ, അവിടെയുള്ള മത്സരാർത്ഥികൾ വാശി പിടിക്കുകയാണെങ്കിൽ ഉറപ്പായും ഷാനവാസിനെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവും. നമുക്കറിയാം സീസൺ 4 സംഭവിച്ചത്, നമ്മുടെ രജിത് സാറിന്റെ സീസണിൽ സംഭവിച്ചത് നമുക്കറിയാം. എന്നാൽ ഈ സീസണിൽ ഷാനവാസിന് വലിയൊരു ആനുകൂല്യം നിലവിലുള്ളത് LGTV-ക്കാരാണ് ഇത്തരം ആരോപണങ്ങൾ സാധാരണയായി ഉന്നയിക്കാറ്. ഈ സീസണിൽ ഇപ്പോൾ നിലവിൽ LGTV-ക്കാർ, ആദിലയും നൂറയും അടക്കമുള്ള ആളുകൾ ഷാനവാസിന്റെ കൂടെയാണ്. ആ LGTV-യുടെ കൂടെ എപ്പോൾ ഷാനവാസ് കൂടിയോ അന്ന് തൊട്ട് ഷാനവാസിന് കനത്ത തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ LGTV-യുടെ ഒരു പ്രാതിനിധ്യവും അവർക്ക് കൊടുക്കുന്ന ഒരു കരുതലും നമുക്കറിയാം ഈ സീസണിൽ. അതുകൊണ്ട് തന്നെ LGTV-ക്കാർ എതിർക്കാത്ത സ്ഥിതിക്ക് ഷാനവാസിനെ പുറത്താക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എനിവേ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പകയന് നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റിയ ഒരാളാണ്, എനിക്കറിയാം. കമന്റുകൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഷാനവാസിക്ക എന്ന് പറയുന്ന ഈ ഒരു പകയൻ ചെയ്തത് ശരിയാണോ? ഏത് രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് ആണ് ഷാനവാസിക്കയ്ക്ക് ഇതിന് കൊടുക്കേണ്ടത്? കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.